ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സാരി ഡിസ്പ്ലേസ് ആണ് നമ്മൾ കണ്ടത്. ഇന്ന് അതിന്ന് മാറി പിടിക്കുകയാണ്. നമ്മൾ ഇന്ന് ഒരു പുതിയ സ്റ്റിച്ച് ട്യൂട്ടോറിയൽ ആയിട്ടാണ് കാണുന്നത്. അത് ഒരു സാരിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടേ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ വലിച്ചു നീട്ടിലില്ലാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഈ എംബ്രോയ്ഡറി ചെയ്യേണ്ടത്, ഈ ഒരു ഡിസൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടു നോക്കാം. ഇതൊരു പീച്ചിഷ് പിങ്ക് ചെക്കോട്ടയാണ്, കോട്ടൺ ചെക്കോട്ടയാണ്. അപ്പോൾ ഈ ഒരു സാരിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു ഡിസൈനാണ് വരച്ചിരിക്കുന്നത്. ഈ ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഈ ഡിസൈൻ തയ്ക്കാനായിട്ട് നമ്മൾ 3 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഫ്ലവർ തയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആങ്കർ ത്രെഡ് 897 ആണ്. പിന്നെ ആ ഫ്ലവറിന് തന്നെ നടുക്ക് തയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 097 ആണ്. പിന്നെ നമ്മൾ ലീവ്സ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഡബിൾ ഷെയ്ഡ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഡബിൾ ഷെയ്ഡ് ത്രെഡ് ഞാൻ മേടിച്ചപ്പം ഇതിന് കളർ കോഡ് എഴുതിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് ആങ്കർ സിമ്പിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കളർ കോഡ് എന്താണെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോൾ ഈ 3 ഷെയ്ഡ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലീഫ് തയ്ക്കാം. ഇത് ഡബിൾ ഷീറ്റ് ത്രെഡ് ആയതുകൊണ്ട് തന്നെ അതിന് തയ്ക്കുമ്പോൾ നല്ലൊരു ഭംഗിയിൽ വരുന്നുണ്ട്. അപ്പം ഫിഷ് ബോൺ ആണ് ഇവിടെ ഞാൻ തയ്ക്കുന്നത് ലീഫിന് വേണ്ടിയിട്ട്. 6 strands ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്നു, സ്ട്രെയിറ്റ് താഴത്തോട്ട് നമ്മൾ കുത്തിത്താത്തുന്നു. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചു. ഇനി നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. യൂഷ്വലി നമ്മൾ ടൈറ്റായിട്ട് നല്ല തിക്കായിട്ട് ലീഫ് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഡിസൈൻ്റെ ആ ബോർഡറിൽ കൂടെ തന്നെ ഇങ്ങനെ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ചെടുക്കണം. എന്നാലാണ് നല്ല ടൈറ്റ്ലി പാക്ഡ് ആയിട്ട് വരത്തുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ തയ്ക്കുന്നത് അകത്തിയാണ്. അപ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ലീഫ് തയ്ക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാനിന്ന് ഈ തവണ ലൂസായിട്ടാണ് നമ്മൾ തിക്കായിട്ടല്ല തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ആ സൈഡിൽ നിന്ന് നടുക്കോട്ട് നമ്മൾ താത്തുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഈ സെയിം പോയിന്റിൽ തന്നെ താത്തുന്നു. ഇനി നമുക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും പൊക്കി എടുക്കാം, കുഴപ്പമില്ല. റൈറ്റോ ലെഫ്റ്റോ ഏത് സൈഡ് വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യം പോലെ നമുക്ക് താത്താം. കുറച്ചും കൂടെ താഴ്ത്തിയാണ് നമ്മൾ കുത്തുന്നത്. എന്ന് വെച്ചാൽ ഗ്യാപ്പ് വെക്കുന്നുണ്ട്. ഓരോ ലൈനിലും ഇടയിൽ ഞാൻ ഗ്യാപ്പ് വെച്ചാണ് ഈ ലീഫ് ഫില്ല് ചെയ്യുന്നത്. ഗ്യാപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് കുത്തിയെടുത്ത് അടുപ്പിച്ചടുപ്പിച്ച് താഴത്തോട്ട് കുത്തി താത്താനും നമ്മൾ ശ്രമിക്കുക, ഒട്ടും ഗ്യാപ്പ് വിടാണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ ലീഫ് എല്ലാം നമുക്കിങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഈ ഒരു ലീഫ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലീഫും ഇതുപോലെ തന്നെ നമ്മൾ ഫിഷ് ബോൺ വെച്ചിട്ട് തയ്ക്കുക. അടുപ്പിച്ചല്ല, അകത്തി നമ്മൾ ഈ 2 ലീഫും തയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റെംസ്, ഇത് ബാക്ക് സ്റ്റിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പം ഞാനിത് തയ്ച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് ഞാൻ പോരുവാണ്. ഇവിടെ ബാക്ക് സ്റ്റിച്ച് തയ്ച്ച് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടെ എടുത്തു. ഇവിടുന്ന് കുറച്ച് പോർഷൻ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത്ര ഇങ്ങനെ പൊക്കിയെടുത്തു. ഇവിടെ താത്തുന്നു. ഇവിടെ താത്തിയിട്ട് നേരെ ഈ ഒരു പോയിന്റിലോട്ട് ഞാൻ പോവുകയാണ്, ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് നേരെ ഇപ്പുറത്തെ സൈഡിലോട്ട്, ഇവിടുന്ന് നേരെ മേളിലോട്ട് ഈ പോയിന്റ്. അങ്ങനെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സ്റ്റെമ്മും തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെമ്മും ബാക്കി 2 ലീവ്സും തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ലീവ്സും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റെമ്മ് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റലാണ് തയ്ക്കുന്നത്. ഫ്ലവറിൻ്റെ പെറ്റൽ തയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് വൂവൻ ബാർ സ്റ്റിച്ചാണ്. അത് നമ്മുടെ കടായി കമ്മൽ അങ്ങനെയുള്ള ആ ഒരു സ്റ്റിച്ച് മാതിരി പോലെ തന്നെയാണ്. ഇതിപ്പോൾ ഈ ഒരു പെറ്റൽ ഇവിടുന്ന് നമ്മൾ താഴ്ത്തുന്ന
ഇതും 6 strands ഇട്ട് തയ്ച്ചാൽ കേട്ടോ ഭംഗി കൂടുകയുള്ളൂ. എടുത്ത് നിപ്പ് കിട്ടണമെങ്കിൽ 6 strands തന്നെ ഇട്ട് തയ്ക്കണം. അപ്പോൾ ഇതുപോലെ 4 സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ തയ്ക്കണം. അപ്പോൾ ഒരെണ്ണം തയ്ച്ചു. അത് ആ ഒരു പെറ്റലിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യണം. പിന്നെ 3 and 4 ഇനിയൊരു 4 ലാസ്റ്റ്. ഇപ്പോൾ 4 പെറ്റൽ നമ്മൾ തയ്ച്ചു, 4 സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ 4 സ്ട്രെയിറ്റ് ലൈൻസ് തയ്ച്ചു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു കോർണറിൽ നമ്മൾ ഇതുപോലെ കുത്തിയെടുക്കുക താഴെ തന്നെ. എന്നിട്ട് 2 സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ സ്റ്റിച്ചിൻ്റെ മേളിൽ കൂടെയും 2 സ്ട്രെയിറ്റ് സ്റ്റിച്ചിൻ്റെ താഴത്തെ കൂടെയാണ് നമ്മൾ ആദ്യത്തെ 2 മേളിൽ കൂടെയും പിന്നത്തെ 2 താഴത്തെ കൂടെയും നമ്മൾ നീഡിൽ പാസ് ചെയ്യണം. ഇനി നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ 2 മേളിൽ കൂടെ ഇതിൻ്റെ 2 താഴത്തെ കൂടെയും അങ്ങനെ ഇത് ഫുൾ പെറ്റിൽ നമ്മൾ ഫില്ല് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്ക്കാം നമുക്ക്. സ്പൈഡർ സ്റ്റിച്ച് അല്ലെങ്കിൽ കടായി കമ്മൽ സ്റ്റിച്ച് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടാണ്, റോസിറ്റി സ്റ്റിച്ച് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആണ്, 5 സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. അങ്ങനെ ഓരോന്ന് ഇതെല്ലാം ഒരേ ഒരുമാതിരി സെയിം ആയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെയാണ്, എളുപ്പത്തിൽ തന്നെ നമുക്ക് ബിഗിനേഴ്സിനൊക്കെ സുഖമായിട്ട് തയ്ച്ചെടുക്കാവുന്ന ഒരു സ്റ്റിച്ചാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കുക. പറ്റില്ല ഒത്തിരി അങ്ങ് വലിക്കണ്ട, വലിച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചുങ്ങി വരും. അപ്പോൾ ഒത്തിരി അങ്ങ് വലിക്കണ്ട, ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പയ്യെ ഒന്ന് ചെയ്തേച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു പെറ്റൽ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പെറ്റൽസും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. ഇതുപോലെ തന്നെ 4 സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ക്കുക. സ്ട്രെയിറ്റ് സ്റ്റിച്ച് തയ്ക്കാൻ നേരത്ത് ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇതുപോലെ തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ നിന്ന് പൊക്കണം എന്നില്ല, തൊട്ടിപ്പുറയിൽ നിന്ന് തന്നെ ഈ മേലിൽ നിന്ന് തന്നെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ച് നമുക്ക് ത്രെഡിൻ്റെ യൂസേജ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വൂവൻ ബാർ സ്റ്റിച്ച് വെച്ചിട്ട് പെറ്റൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി പെറ്റലിൻ്റെ സെൻറ്ററിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഓരോ സ്റ്റെംസിലും കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ 6 strands ആണ് എടുത്തിരിക്കുന്നത്. ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ഇത് 2 ചുറ്റിയിട്ടാണ് ഞാൻ താത്തുന്നത്. കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് 2 ചുറ്റിയിട്ടാണ്, ഒന്നല്ല ചുറ്റിയേക്കുന്നത്. ഇപ്പം നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. 2 പകരം ഒരെണ്ണം ചുറ്റിയാൽ മതിയെങ്കിൽ ഒരെണ്ണം ചുറ്റിയാൽ മതി. അപ്പോൾ അത് ഡിപ്പെൻസ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഈ ഓരോ സ്റ്റെംസിൻ്റെ ഒക്കെ എൻഡിൽ ഓരോ ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും വൂവൻ ബാർ സ്റ്റിച്ച് എങ്ങനെ തയ്ക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.